ഹലോ. ലാസ്റ്റ് ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിന്റെ വീഡിയോ ഇട്ടതാണ്. പിന്നെ ഡെലിവറിയും മദർഹുഡും ഹൗസ് ഷിഫ്റ്റിങ്ങും എക്സാംസും ഒക്കെ ആയിട്ട് അകപ്പാടൊരു തിരക്കിലായി പോയി. വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടി പറ്റിയില്ല. അതിന്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻസ്റ്റയും യൂട്യൂബ് അൺഇൻസ്റ്റാളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഒന്ന് സെറ്റിലായി തിരിച്ചു വന്ന ശരിക്കും പറഞ്ഞ. അപ്പോ ലാസ്റ്റ് വീഡിയോ ഇട്ടെടുത്തുനിന്ന് തന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. തമ്മിൽ കണ്ട പോലെ അയ്യോ അത് നല്ല 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 ഇതാണ്. ഞാൻ ഇവിടെ മൈക്ക് വെച്ചിട്ടുണ്ട്, അപ്പൊ അതാണ് ഉന്നം. ഓക്കെ. സോ ലാസ്റ്റ് നിർത്തിയെടുത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവന്റെ അൽക്കുരുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തോളൂ കേട്ടോ. സോ ലാസ്റ്റ് ഇട്ട ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ്. അതില് എന്തൊക്കെ ആഡ് ചെയ്യായിരുന്നു എനിക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെയാ മസ്റ്റ് ഹാവ്സ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എഗെയിൻ ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റീസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോ ഇങ്ങനെ ഒരു ഡെലിവറി ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഏതൊക്കെ വേണം എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇടാം എന്നുള്ള രീതിക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു അതിൽ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വേണ്ടതാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡ്രസ്സ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചില കോസ്മെറ്റിക് ഐറ്റംസും അങ്ങനെയുള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മസ്റ്റ് ഹാവ്സ് ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രഗ്നൻസി സമയത്ത് കുറെ കാൽഷ്യം, അയൺ ടാബ്ലറ്റ്സ്, വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമല്ലോ, അതൊക്കെ ക്യാരി ചെയ്യുക. ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതും ക്യാരി ചെയ്യുക. പ്രഗ്നൻസി സമയത്ത് ഗസ്റ്റേഷണൽ ഡയബറ്റീസോ മറ്റുണ്ടെങ്കിൽ അതിന് ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ക്യാരി ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ ഫയൽസും ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും പേഴ്സണൽ ID പ്രൂഫ്സും കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് എടുക്കുക. അതൊക്കെ ഒരു സൈറ്റിലുണ്ട്, ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആ വീഡിയോയിൽ ഞാൻ എടുത്തു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്കത് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളത്. അതിലൊന്നാണ് ഞാൻ കുറെ ബേസിനും മഗ്ഗും ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനത് കൊച്ചിന്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് എടുത്തതാണ്. നമ്മൾക്ക് അവിടെ നിന്ന് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കൊച്ചിന്റെ ക്ലോത്ത്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും അതിങ്ങനെ നമ്മളെ വെയിലത്തിടുന്ന പോലെ ആറിയിടാനൊന്നുള്ള സൗകര്യം അവിടെ ഉണ്ടാവില്ല. പിന്നെ റൂമിനകത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ, ഈ നനഞ്ഞ ക്ലോത്ത്സ് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് അത് ഇഷ്യൂസ് ഉണ്ടാക്കും. സോ അതുകൊണ്ട് അവിടുന്ന് വാഷ് ചെയ്യാൻ അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ അത് ഒഴിവാക്കുക. പിന്നെ കൊച്ചിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഡയപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് യൂസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഹോസ്പിറ്റലിന് ഏറ്റവും ബെസ്റ്റ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സ് ആണ്. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഈ നമുക്കിങ്ങനെ ടാപ്ഡ് ആയിട്ടുള്ള ന്യൂ ബോൺ ഡയപ്പേഴ്സ് കാണും. ടാപ്ഡ് ആയിട്ടുള്ള അതാണ് ബെസ്റ്റ് ആയിട്ടുള്ളതും കുട്ടിക്ക് അന്നേരം യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം ഏറ്റവും ന്യൂ ബോണിന്റെ സൈസിലുള്ള ടാപ്ഡ് ഡയപ്പേഴ്സ്. പിന്നെ അതിൽ നിന്ന് ആഡ് ഓൺ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത്, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട് മെറ്റേണിറ്റി പാഡ്സ് ഞാൻ യൂസ് ചെയ്യില്ല എന്ന്. കാരണം മുന്നേ ഒരിക്കൽ എനിക്ക് ആക്സിഡന്റലി ഞാനത് യൂസ് ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ, ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള. ഡെലിവറി എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. നോർമൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ അവര് ഒരു ഡിസ്പോസിബിൾ പാൻറ്റീസില് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഈ ഒരു മെറ്റേണിറ്റി പാഡ് വെച്ചിട്ടാണ് നമുക്ക് ഇട്ടിരുന്നത്. അതിനുശേഷം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിച്ചത് അത് എടുക്കാത്തതിനാണ്. കാരണം ഡെലിവറിക്ക് ശേഷം എനിക്ക് ആ ഒരു മെറ്റേണിറ്റി പാഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഒന്നും, മുന്നേ ഉണ്ടായിരുന്ന ഡിസ്കംഫർട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് അത് ഏറ്റവും കൂടുതൽ യൂസേജ് ആയിരുന്നു. കാരണം നമ്മൾ മിക്കവാറും കടക്കുമായിരിക്കും ആ സമയത്ത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ സ്മോൾ പാഡിലാണെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുക, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ മെറ്റേണിറ്റി പാഡ് ആഡ് ചെയ്യാൻ എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പാൻറ്റീസ് യൂസ് ചെയ്യുന്ന, നമ്മളെ നോർമൽ ക്ലോത്തിന്റെ പാൻറ്റീസിനെക്കാട്ടിലും ഡിസ്പോസിബിൾ ആണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയാൻ. കാരണം വാഷ് ചെയ്യുന്നൊന്നും അത്ര പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മസ്റ്റ് ഹാവ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ടാബ്ലറ്റ്, ഫയൽസ്, പിന്നെ കുഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ വൈപ്സ്. വെറ്റ് വൈപ്സിനെ കാട്ടിയും കൂടുതൽ വാട്ടർ വൈപ്സ് ആയിരിക്കും നല്ലത്.
പിന്നെ എന്താ കുഞ്ഞിക്കുള്ള ന്യൂ ബോൺ ടാപ്പ് ഡയപ്പേഴ്സ്, പിന്നെ കയ്യിലും കാലിലും ഒക്കെ നമ്മള് മിറ്റൻസ് ഒക്കെ ഇടുമല്ലോ, അതൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ട് കരുതി വെക്കുക. കാരണം നല്ല തണുപ്പായിരിക്കും. സ്വാഡിൽ ചെയ്യാനുള്ള ക്ലോത്ത് അത് എക്സ്ട്രാ കരുതി വെക്കുക. വിത്ത് ക്യാപ്പ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും, കാരണം നല്ല വോമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ സിപ്പർ വാട്ടർ ബോട്ടിൽ എൻ്റെ അമ്മ ഒരു ലൈഫ് സേവർ ആയിരുന്നു. കാരണം ഡെലിവറി പെയിൻ വന്നപ്പോൾ എനിക്ക് നോർമൽ പെയിൻ വന്നില്ല, ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ലേബർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ആ ഡെലിവറി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡൈലേഷൻ ഒക്കെ ഒരു 3 സെന്റിമീറ്റർ ഒക്കെ കഴിഞ്ഞ് ഒരു 4-5 സെന്റിമീറ്റർ ഒക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ദാഹം, ഭയങ്കരമായിട്ട് ഒരു ചൂടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സിപ്പർ വാട്ടർ ബോട്ടിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഭയങ്കര ചൂട് എടുക്കുന്നുണ്ടായിരുന്നു. AC റൂം ആയിരുന്നു ലേബർ റൂം, ബട്ട് സ്റ്റിൽ ഭയങ്കര ചൂട് എടുക്കുന്നുണ്ടായിരുന്നു. അവർ എക്സ്ട്രാ ടേബിൾ ഫാനൊക്കെ കൊണ്ടുവച്ചേണ്ടി വന്നു. അതേപോലെ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഭയങ്കരമായിട്ട് ഷിവറിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ പേപ്പറാണ് അവൻ കീറിയത്. സോറി, അവൻ കീറി എടുത്തിട്ടുണ്ട്. ആൻഡ് ക്ലോത്ത് ഡയപ്പർ ആവശ്യമില്ല. കുഞ്ഞിക്കുള്ള പില്ലോ അത് ആവശ്യമില്ല. കുഞ്ഞിനെ പില്ലോയിൽ ഇല്ലാണ്ട് കിടക്കാന്നാണ് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ. പിന്നെ ബേസിൻ മഗ് ബക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ആവശ്യമില്ല. പിന്നെ ഞാൻ ബ്രസ്റ്റ് പമ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കത് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ആദ്യമേ പാക്ക് ചെയ്യുമ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് വേണോന്ന് നോക്കിയിട്ട് പിന്നെ യൂസ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ഈ നിപ്പിൾ വാട്ടർ, കുഞ്ഞുങ്ങൾക്കുള്ള ബോട്ടിൽ ഉണ്ടല്ലോ, നിപ്പിൾ യൂസ് ചെയ്തിട്ട് ഫീഡ് ചെയ്യുന്നത്, അതിനെക്കാട്ടിലും കൂടുതൽ കുട്ടികളെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഗോകർണം എന്ന് പറഞ്ഞ ഐറ്റം ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം ഇൻ കേസ് നിങ്ങൾ ഇതുപോലെ പമ്പ് ചെയ്തിട്ടാണ് പാൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഗോകർണത്തിൽ യൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അത് ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇൻ കേസ് അവിടെ ഒരു ആവശ്യം വരികയാണെങ്കിൽ ഇത് രണ്ടും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അടങ്ങിയിരിക്കാറില്ല, എന്താണെന്തോ. പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് ആഡ് ചെയ്യാമെന്ന് തോന്നിയിട്ടുള്ള 2 ഐറ്റംസ് ആണ് മെറ്റേണിറ്റി പാഡും ഡിസ്പോസിബിൾ പാൻറ്റീസും. അപ്പൊ അത്രേ ഉള്ളൂ. യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും വേണ്ടായിരുന്നു എന്ന് തോന്നി എന്തായിരുന്നു എന്നുള്ളതും കമന്റ് ചെയ്യാട്ടോ. അത്രേ ഉള്ളൂ. ബൈ. പറ.